എറണാകുളത്ത് വൈദികരുടെ നേതൃത്വത്തിൽ സഭയിൽ നടക്കുന്ന വിഘടന പ്രവർത്തനങ്ങൾ കണ്ട് വിശ്വാസികൾ അക്ഷരാർത്ഥത്തിൽ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. മാർപ്പാപ്പയുടെ തീരുമാനത്തിനെതിരെ ബോധപൂർവം തെറ്റിദ്ധാരണകൾ പരത്തുകയും മാർപ്പാപ്പയുടെ സഭയിലെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് സഭയിൽ വിഘടനവാദം വളർത്താൻ ശ്രമിക്കുന്ന എറണാകുളം വൈദികരുടെ വിമത പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ സ്രോതസ് കർദിനാൾ പാറേക്കാട്ടിലിന്റെ അവസരവാദമാണ്. കേരള സഭ കണ്ട ഏറ്റവും വലിയ അവസരവാദിയായിരുന്നു കർദിനാൾ പാറേക്കാട്ടിൽ. അദ്ദേഹത്തിന്റെ അവസരവാദമാണ് സീറോ മലബാർ സഭയിൽ അന്തഃഛിദ്രത്തിന്റെയും അനൈക്യത്തിന്റെയും വിത്തുകൾ വിതച്ചത്. ആരായിരുന്നു കർദിനാൾ പാറേക്കാട്ടിൽ? കത്തോലിക്ക സഭയിലെ പ്രതിഭാശാലികളായ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു കർദിനാൾ പാറേക്കാട്ടിൽ. അതുപോലെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമ ക്രോഡീകരണത്തിനായുള്ള കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചു. അദ്ദേഹം നേതൃത്വം കൊടുത്ത രണ്ടാം വത്തിക്കാൻ സുനഹദോസ് ചർച്ചകൾക്കൊടുവിൽ പൗരസ്ത്യ സഭകൾ അവരുടെ ആരാധനാ പൈതൃകം മുറുകെ പിടിക്കണമെന്നും അതിലെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കണമെന്നും പ്രമാണരേഖകളിൽ രേഖപ്പെടുത്തി. കർദിനാൾ പാറേക്കാട്ടിൽ അധ്യക്ഷനായി ക്രോഡീകരിച്ച കാനോൻ നിയമത്തിലും ഇതേ ആശയങ്ങൾ നിയമമായി വന്നു. സഭയുടെ ഔദ്യോഗിക രീതിയിൽ ആരാധന പരികർമ്മം ചെയ്യണമെന്നും പ്രവേശക കൂദാശകൾ ഒന്നിച്ച് പരികർമ്മം ചെയ്യണമെന്നും സിനഡിന്റെ തീരുമാനങ്ങൾ എല്ലാവരും പാലിക്കണമെന്നുമൊക്കെ കർദിനാൾ പാറേക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ കാനോൻ നിയമത്തിൽ എഴുതി ചേർത്തു. റോമിൽ ചെല്ലുമ്പോൾ പൗരസ്ത്യനായിരുന്ന കർദിനാൾ പാറേക്കാട്ടിൽ നാട്ടിൽ പൗരസ്ത്യ വിരുദ്ധനായിരുന്നു. റോമിൽ അദ്ദേഹത്തിന് ലിറ്റർജി സഭയുടെ ദൃഷ്ടിയിലും കേരളത്തിൽ ലിറ്റർജി എന്റെ ദൃഷ്ടിയിലുമായിരുന്നു. അദ്ദേഹം കാനോൻ നിയമത്തിൽ എഴുതി ചേർത്തതൊന്നും കേരളത്തിൽ നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, അതെല്ലാം നിരാകരിക്കാൻ വൈദികരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. കർദിനാൾ പാറേക്കാട്ടിൽ ക്രോഡീകരിച്ച കാനോൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തന്നെ എറണാകുളം വൈദികരെ പഠിപ്പിച്ചു. എറണാകുളം കത്തീഡ്രൽ ബസലിക്കയുടെ കൂദാശ പോലും ഭാരതീയ പൂജ എന്ന കൊരണ്ടി കുർബാനയോട് കൂടി നടത്തി. ആരാധനാക്രമത്തിലെ ഭാരതവൽക്കരണത്തിന്റെ ശക്തനായ വക്താവായിരുന്നു കർദിനാൾ പാറേക്കാട്ടിൽ. ഇന്ത്യയിൽ ലത്തീൻ, സീറോ മലബാർ, സീറോ മലങ്കര എന്നീ റീത്തുകൾക്ക് സാങ്കത്യമില്ലെന്നും ഭാരതീയ ആരാധനയ്ക്കും ഭാരതീയ ശൈലികൾക്കും മാത്രമേ പ്രാധാന്യമുള്ളൂ എന്നും പറഞ്ഞു പഠിപ്പിച്ച അബദ്ധ സിദ്ധാന്തമായ ഏക റീത്തുവാദം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. സീറോ മലബാർ സഭയെ ഇന്നത്തെ വിധത്തിലുള്ള ആരാധനാ വൈകൃതങ്ങളിലേക്കും അച്ചടക്ക രാഹിത്യത്തിലേക്കും നയിച്ചതിൽ കർദിനാൾ പാറേക്കാട്ടിലിന്റെ ഈ സഭാവിരുദ്ധ നിലപാടുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രത്യേകം പ്രസ്താവിക്കേണ്ടിയിരിക്കുന്നു. മിനി കുർബാന, ഭാരതീയ പൂജ തുടങ്ങിയ ആരാധനാ വൈകൃതങ്ങളുമായി മുന്നേറിയ കർദിനാൾ പാറേക്കാട്ടിൽ സഭയിൽ സൃഷ്ടിച്ച അനൈക്യവും പ്രതിസന്ധിയും ചെറുതായിരുന്നില്ല. കർദിനാൾ പാറേക്കാട്ടിൽ വിഭാവനം ചെയ്ത ഭാരതവൽക്കരണത്തിന് സീറോ മലബാർ സഭയുടെ പ്രഭവസ്ഥാനമായ കേരളക്കരയുമായോ ദ്രാവിഡ ഭാഷയായ മലയാളവുമായോ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഉത്തരേന്ത്യൻ ബ്രാഹ്മണിക് ഹിന്ദു ആചാരങ്ങളുടെ ഒരു പകർപ്പ് കേരളത്തിൽ സൃഷ്ടിക്കാനാണ് അദ്ദേഹത്തിന്റെ രക്ഷാകർതൃത്വത്തിൽ ശ്രമം നടന്നത്. അവർ ഇന്ത്യൻ സംസ്കാരമെന്നും ആധ്യാത്മികതയെന്നുമൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച ആചാരങ്ങൾക്ക് ഇന്നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിതമോ സംസ്കാരമോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണിക് ഹിന്ദു സംസ്കാരം കേരളത്തിലെത്തുന്നതിന് 7-8 നൂറ്റാണ്ട് മുൻപിൽ ഇവിടുത്തെ മണ്ണിൽ ഉദയം ചെയ്ത ക്രൈസ്തവ ധർമ്മത്തെ ഉത്തരേന്ത്യൻ ബ്രാഹ്മണിക് ആചാരങ്ങളുടെ പേരിൽ വികലമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. പാറേക്കാട്ടിലിന്റെ ഇത്തരം സഭാ നശീകരണ പ്രവർത്തനങ്ങളിൽ സഭയിലെ മറ്റു മെത്രാന്മാർക്ക് കഠിനമായ മനോവേദനയുണ്ടായിരുന്നു. ക്ഷിപ്രകോപിയായിരുന്ന കർദിനാൾ ഇക്കാര്യങ്ങൾ മെത്രാൻ സമിതിയിൽ ചർച്ച ചെയ്യാനോ കൂട്ടായ തീരുമാനം കൈക്കൊള്ളാനോ തയ്യാറായിരുന്നില്ല. അദ്ദേഹം കാണിച്ചു കൂട്ടുന്നത് ആരാധനാഭ്രംശങ്ങൾ സഭയുടെ നാശത്തിനെ ഉപകരിക്കൂ എന്ന് അദ്ദേഹത്തോട് പറയാൻ പോലും മറ്റു മെത്രാന്മാർക്ക് ഭയമായിരുന്നു. അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിക്കുന്ന അത്യന്തം സാഹസികമായ ഈ ദൗത്യം ഒരിക്കൽ അദ്ദേഹത്തെക്കാൾ സീനിയറായ ഒരു മെത്രാൻ ഏറ്റെടുത്തു. താൻ അദ്ദേഹത്തെക്കാളും സീനിയർ ആണെന്നും അതുകൊണ്ട് അദ്ദേഹം തന്നോട് സൗമ്യമായി പെരുമാറുമെന്നുമായിരുന്നു ആ മെത്രാന്റെ യുക്തി. എന്നാൽ അന്ന് ആ പാവം മെത്രാൻ കേൾക്കാത്ത ചീത്തയോ ഏൽക്കാത്ത അപമാനമോ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഭീകരമായിരുന്നു കർദിനാൾ പാറേക്കാട്ടിലിന്റെ പ്രതികരണം. അന്നു തന്നെ ആ സാധു മെത്രാന് ഹൃദയാഘാതമുണ്ടായി. കർദിനാൾ പാറേക്കാട്ടിലിന്റെ ഭാരതീകരണ ആരാധന വികലമാക്കൽ പ്രക്രിയ തുടർന്നാൽ അത് സഭയുടെ നാശത്തിന് കാരണമാക്കുമെന്ന് തിരിച്ചറിഞ്ഞ റോം അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കാനോനിക്ക വിരമിക്കൽ പ്രായത്തിന് മുൻപേ 1984 തന്റെ 71 വയസ്സിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ സഭാവിരുദ്ധ നിലപാടുകളുടെ പേരിലായിരുന്നു.
കർദിനാൾ പാറേക്കാട്ടിലിന്റെ അവസരവാദവും സഭാവിരുദ്ധതയുമാണ് എറണാകുളം വൈദികരുടെ വിഘടനവാദത്തിന്റെ ഉറവിടം. സീറോ മലബാർ സഭയെ കാർന്നു തിന്നുന്ന അർബുദ കോശങ്ങളാണ് എറണാകുളം വിമത വൈദികർ. അർബുദ കോശങ്ങൾ മുറിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ബാക്കി ശരീരത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാവൂ.